സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മായമ്മയെ വിളിച്ചു വരുത്ത്. എന്നിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ അവര് ചോദിച്ചോളും. അമ്മ കരഞ്ഞു പറഞ്ഞ അഞ്ജലിക്ക് അംഗീകരിക്കേണ്ടി വരും. അമ്മയുടെ കണ്ണീരിന് മുന്നില് ഉറപ്പായും അഞ്ജുന്റെ മനസ്സ് മാറും. അങ്ങനെയാണെങ്കിലേ നമുക്ക് ആ വഴി ഒന്ന് ശ്രമിക്കാം. പാവം, അവൻ ഉള്ളു തുറന്ന് സന്തോഷിക്കുന്നത് നമുക്ക് കാണാലോ. സ്വാമിനി തന്ന മുന്നറിയിപ്പുകൾ നമ്മൾ കാര്യമായിട്ട് എടുക്കണം. ശ്രമിക്കാമെന്നല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അബിയുടെ കാര്യത്തിലാ വേഗം തീരുമാനം എടുക്കേണ്ടത്. ഏട്ടനും അനിയനും തമ്മിൽ സ്വത്തിന്റെ പേരിൽ തർക്കം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ പിന്നീട് നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. അവര് തമ്മിലുള്ള ബന്ധത്തിൽ മുറിവേറ്റാൽ അതെന്റെ പരാജയമാണ്. അവര് തമ്മിൽ പിണങ്ങിയിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അതിന്റെ ചില സൂചനകളാ രാവിലെ ഇവിടെ കണ്ടത്. അവർക്കിടയിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മുറിവുണ്ടാകുന്നതിന് മുൻപ് എനിക്ക് എന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം. ആദ്യം നീ പറയുന്നതിന് അപ്പുറത്തേക്ക് പോവില്ല. പക്ഷെ അബി അങ്ങനല്ല. അവന്റെ കാര്യത്തില് നീ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നേ? ഈ വരുന്ന ആഴ്ച അവന്റെ 26ാം ജന്മദിനമാണ്. ബർത്ത്ഡേ ഫംഗ്ഷന് എന്റെ സമ്മാനമായി അവന്റെ പേരിലേക്ക് സ്വത്തുക്കൾ കൈമാറും. അഭിക്ക് അർഹതപ്പെട്ട സ്വത്തുക്കളുടെ രേഖകൾ അവന്റെ കയ്യിൽ എത്തുന്നതോടെ എന്റെ ജീവിതത്തിലെ ഒരു ഭാരം ഇറക്കി വെക്കും. സുഹാസിനി, നീ കരുതി വച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഒരിക്കലും അഭിയിലേക്ക് എത്തില്ല. എത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊന്ന് പറഞ്ഞു. ഈ പ്രോഡക്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് കുറച്ച് ടഫ് ആയിരിക്കും. ഒരു കാരണവശാലും ഈ ന്യൂസ് മീഡിയയുടെ കയ്യിൽ എത്താതെ നോക്കണം. ഞാൻ വിളിക്കാം. ആദി സാറിനെയും അഭി സാറിനെയും ഓഫീസിൽ കാണുന്നില്ലല്ലോ. അവര് രണ്ടുപേരും കൂടി പുറത്തു പോയതാ. എന്ത്? അത് പിന്നെ ഷംനാഥിന് എന്താ ഒരു ടെൻഷൻ? ടെൻഷൻ തരുന്ന വലിയൊരു ന്യൂസ് ഉണ്ട്. എന്ത് ന്യൂസ്? പുറത്തൊന്നും അറിഞ്ഞിട്ടില്ല. ഷംനാഥ് കാര്യം പറ. അത് പിന്നെ നമ്മുടെ കൊച്ചിയിലെ ഓഫീസിൽ ആരും അറിയാതെ നോക്കിയില്ലെങ്കിൽ ഉറപ്പായി അറസ്റ്റ് ഉണ്ടാവും. ഏട്ടാ, ഏതെങ്കിലും നല്ല റെഡിമെയ്ഡ് ഷോപ്പിന് മുമ്പിൽ നിർത്തണേ. എന്തിനാടാ? ഏട്ടൻ എന്റെ വക ഒരു പാന്റും ഷർട്ടും. അതിന്റെ ബില്ലും ഞാൻ തന്നെ കൊടുക്കണമായിരിക്കും. ഏയ്, അങ്ങനെ കൊച്ചാക്കണ്ട. ഇത് ഞാൻ പേ ചെയ്യും. ഈടായിട്ട് നീ ഇത്തിരി ലാവിഷ് ആവുന്നുണ്ട്. ഈ ക്യാഷ് എന്ന് പറയുന്നത് ബാങ്കിൽ കൊണ്ടിടാനുള്ളതല്ല, ആവശ്യങ്ങൾക്കും ആവശ്യക്കാർക്കും വേണ്ടി മുടക്കാനുള്ളതാ. നീ ഡ്യൂക്ക് എംപയറിന്റെ മാനേജിംഗ് പാർട്ണറായിട്ട് ഇരിക്കേണ്ടവനല്ല. പിന്നെ ഏതെങ്കിലും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാനായിട്ട് ഇരിക്കേണ്ടവനാണ്. സർ, ശരി സർ, ശരി, ഞാൻ പൊക്കോളാം. ആദ്യം ആ വണ്ടി നമുക്ക് നേരെ വരുന്നേ. മാറ്റ്. അവൻ എന്ത് വരവോ വന്നേ? വെള്ളം ഒടിച്ചിട്ട് വണ്ടി ഓടിച്ചാന്ന് തോന്നുന്നു. ആ ലോറി നമ്മളെ മനഃപൂർവ്വം ഇടിക്കാൻ വന്നതാ. ഒന്നുകിൽ പേടിപ്പിക്കാൻ, അല്ലെങ്കിൽ കൊല്ലാൻ. കാർ തിരിക്കും, നമുക്ക് അവനെ പിടിക്കാം. ഇനി അവനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
ഹലോ കാവ്യ. അതേട്ടാ, എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടാളും വീട്ടിലെത്തണം. എന്താ പ്രശ്നം? അത് അവിടെ വന്നിട്ട് പറയാം. ഞാനും ഷംനാദും ഇപ്പൊ വീട്ടിലെത്തും. ടൈം വേസ്റ്റ് ആക്കാതെ വേഗം എത്തണം. ശരി. അബി വാ. ടെൻഷൻ വേണ്ട. ഞാൻ നിന്നോടൊരു വിശേഷം പറയാൻ വന്നതാ. ആന്റി ഇരിക്കുക. ഈ വരുന്ന ആഴ്ച അഭിയുടെ 26th ബർത്ത്ഡേ. ആ ദിവസം അവൻ ഏറ്റവും ഹാപ്പി ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ തമ്മിലുള്ള അകൽച്ച എനിക്കറിയാം. ബർത്ത്ഡേക്ക് ഞാൻ അവനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നീ ഇപ്പോ കാണുന്ന അഭിയായിരിക്കില്ല അവൻ. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ വളരെയേറെ ഉയരത്തിൽ പറക്കേണ്ടവനവൻ. നിന്നെപ്പോലൊരു പെണ്ണിനെ ആയിരുന്നില്ല അവൻ ഭാര്യയാക്കേണ്ടിയിരുന്നത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇപ്പൊ ഞാൻ വന്നത് അതൊക്കെ മറന്നു കളയണം എന്ന് പറയാനാ. അവനേറെ സന്തോഷമുള്ള ബർത്ത്ഡേ ദിനത്തിൽ എല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ച് അവന്റെ സന്തോഷത്തിൽ ആടാനും പാടാനും നീ ഉണ്ടാവണം. അഭിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കണം. നീ അത് സാധിച്ചു കൊടുക്കണം. പിറ്റേന്ന് മുതൽ അവന്റെ ജീവിതത്തിൽ നീ ഉണ്ടാവരുത്. ഈ വിവാഹം കൊണ്ട് നിനക്കെന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പണം കൊണ്ട് നികത്താനേ എനിക്കറിയൂ. നഷ്ടം എത്രയാണെന്ന് കണക്ക് കൂട്ടി ആ തുക എഴുതിയെടുത്തോ. ഇത് ഞാനാണ് നിന്നോട് ആവശ്യപ്പെട്ടതെന്ന് കാവ്യയോ ആദിയോ അഭിയോ അറിയരുത്. ആന്റി, നിങ്ങളുടെ മോന്റെ ജീവിതത്തിൽ നിന്ന് പോണം എന്ന് ആവശ്യപ്പെട്ടത് തന്നെ എനിക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഗിഫ്റ്റ്. ആ സ്വാതന്ത്ര്യം വെച്ച് നോക്കുമ്പോ ഈ ചെക്ക് ലീഫിൽ എത്ര തുക എഴുതിയാലും അത് ചെറുതായിരിക്കും. ആന്റി എത്ര ഭീഷണിപ്പെടുത്തിയാലും പ്രലോഭിപ്പിച്ചാലും എന്റെ തീരുമാനങ്ങൾ പോലെ കാര്യങ്ങൾ നടക്കും. അവന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോണോ, അഭിയെ എന്റെ വിരൽ തുമ്പിലിട്ട് വട്ടം ചുറ്റിക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഈ ന്യൂസ് ആന്റി അറിഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിൽ മാഡം മുന്നേ നമ്മൾ വിളിച്ചേനെ. ഷംനാദ് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ആന്റിയോട് കാര്യങ്ങൾ പറയണം. മാഡം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്താ കാര്യം?
നമുക്കിപ്പോ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. എന്തായാലും അമ്മയെ അറിയിക്കാതെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. എന്തായാലും വാ. എന്താ ഷംന, ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയോ? അത് പിന്നെ ഞാൻ പറയാം. അമ്മേ, നമ്മുടെ കൊച്ചിയിലെ സോഫ്റ്റ് ഡ്രിങ്ക് ഫാക്ടറിയിൽ നിന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി നടത്തിയ പരിശോധനയിൽ കോളയിൽ മായം ഉണ്ടെന്ന് കണ്ടെത്തി. കോളയിൽ അമിതമായ അളവിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെന്ന് അവർ പരാതിപ്പെട്ടതിന്റെ പേരിൽ പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എന്നിട്ട് ഇപ്പോഴാണോ എല്ലാരുമായി ഘോഷയാത്രയായിട്ട് വന്ന് പറയുന്നത്? അപ്രതീക്ഷിതമായൊരു റെയ്ഡായിരുന്നു മാഡം. അവിടെ നിന്ന് ഒരു ഡീറ്റെയിൽസും പുറത്തേക്ക് നൽകാൻ കഴിഞ്ഞില്ല. എല്ലാ നടപടികളും പൂർത്തിയായ ശേഷമാണ് ഓഫീസിൽ അറിഞ്ഞത്. എല്ലാ ക്വാളിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് ബോട്ടിൽ ചെയ്യുന്ന കോളയിൽ പിന്നെ എങ്ങനെ മായം കലർന്നു? അന്വേഷിക്കണം മാഡം. അന്വേഷിക്കണം. അതറിഞ്ഞിട്ട് എന്റെ മുന്നിൽ വന്നാ മതി. അന്വേഷിക്കാനും ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനും നമുക്ക് ഇനി സമയമുണ്ട്. പക്ഷേ പോലീസ് എഫ്ഐആർ ഇട്ട സ്ഥിതിക്ക് കമ്പനി ഉടമയ്ക്കെതിരെ കേസെടുക്കും. ഷംനാഥ്, അഡ്വക്കേറ്റിനെ വിളിക്കേ. കൊച്ചിയിലെ നമ്മുടെ ബോട്ടിലിംഗ് യൂണിറ്റിലെ ആരെ വിലക്കെടുത്ത ഈ ചതി നടത്തിയിരിക്കുന്നു. ഹലോ സർ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. മാഡം അഡ്വക്കേറ്റ് ആണ്. ആ മാത്യു, ഞാനിപ്പോ വിവരം അറിഞ്ഞതേ ഉള്ളൂ. അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. മരണകാരണമാകുന്ന രാസവസ്തുക്കൾ പാനീയത്തിൽ കലർത്തി വിൽക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ക്രിമിനൽ കുറ്റമാണ്. അറസ്റ്റ് ഉടനെ ഉണ്ടാവും. ഇന്നും നാളെയും കോടതി അവധിയാ. മുൻകൂർ ജാമ്യം ബുദ്ധിമുട്ടാണ്. ഒരു ദിവസമെങ്കിലും മാഡത്തെ സെല്ലിൽ കിടത്തുക ഇത് ചെയ്യിച്ചവരുടെ ലക്ഷ്യം. മാത്യു, ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. കമ്മീഷണറെ വിളിക്കേ. ഇത് മീഡിയക്കാരറിഞ്ഞ് പബ്ലിസിറ്റി ആക്കുന്നതിന് മുമ്പ് പരിഹരിക്കണം. ഡ്യൂക്ക് എംപയറിന്റെ അഡ്വർടൈസ്മെന്റ് എല്ലാ മീഡിയകൾക്കും ഉണ്ട്. നമ്മളോട് അന്വേഷിക്കാതെ അവരാരും ന്യൂസ് കൊടുക്കില്ല. ആന്റി, കമ്മീഷണർ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. ഫോൺ എടുക്കുന്നില്ല. ഒന്നുകൂടി ട്രൈ ചെയ്. മാഡം, അഡ്വക്കേറ്റ് വീണ്ടും വിളിക്കുന്നു. ഇങ്ങനെ. ഹലോ, ആദർശാണ്. ആദർശ്, സംഭവം അല്പം ക്രിട്ടിക്കല. അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അത് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അത് ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിടി കൊടുക്കാതെ 2 ദിവസം മാറി നിൽക്കുക എന്നുള്ളതാണ്. മാഡത്തോടൊന്ന് പറയൂ. തിങ്കളാഴ്ച നമുക്ക് കോടതിയിൽ ജാമ്യം എടുക്കാം. അമ്മേ, ഇനി ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. മാത്യു സാറ് പറഞ്ഞത് പോലീസിൽ പിടികൊടുക്കാതെ അമ്മ ഒരു 2 ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാനാ. കമ്മീഷണറുടെ ഫോൺ സ്വിച്ച് ഓഫാ. അമ്മേ, അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഇവിടുന്നൊന്നും മാറി നിൽക്കാം. പേടിച്ചോടാൻ ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാം നേരിട്ട് തന്നെ ശീലം. അറസ്റ്റ് നടക്കട്ടെ. ഡ്യൂക്ക് എംപയർ എന്ന സ്ഥാപനം ഇതോടെ ഗവൺമെന്റ് സീൽ ചെയ്യും. സുഹാസിനി ശങ്കർ അറസ്റ്റ് ചെയ്യപ്പെടും. ഇന്നത്തെ പ്രധാന വാർത്ത അതായിരിക്കും. അവരുടെ കൊച്ചിയിലെ ഫാക്ടറി തന്നെ പണിയെടുക്കാൻ പറ്റിയത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഷോക്കായിരിക്കും. കുടിക്കുന്ന വെള്ളത്തിലാ മായം കലർന്നത്. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാ. പെട്ടെന്ന് ഊരി പോകാൻ പറ്റില്ല. ഇതിലും വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് സുഹാസിനി ശങ്കറിന് കിട്ടാനില്ല. അവരുടെ മരുമകൾ ഫേക്ക് പെൻഡ്രൈവ് തന്ന ബോസിനെ ചീറ്റ് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ അതിന് ബോസ് കൊടുക്കുന്ന മറുപടി ശക്തമായിരിക്കുമെന്ന്. ഇതോടെ സുഹാസിനി ശങ്കറിന്റെ അടിത്തറ ഇളകും. മാഡം,
ഈ പിടിവാശി ഉപേക്ഷിക്കണം. മേഡത്തെ അറസ്റ്റ് ചെയ്താൽ അത് വാർത്തയാകും. അമ്മ ഒരു 2 ദിവസത്തേക്ക് മാറി നിന്ന ആരാണ് കമ്പനിയിൽ കൃത്രിമം നടത്തിയെന്ന് നമുക്ക് കണ്ടെത്താം. സുഹാസിനി, ഈ സംഭവം കമ്പനിക്കൊരു ബ്ലാക്ക് മാർക്കാണ്. ഒതുക്കി വെക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും മീഡിയയ്ക്ക് മേൽ പ്രഷർ ഉണ്ടാവും. സോഷ്യൽ മീഡിയ ഇപ്പൊ സജീവമാണെന്ന് ഓർക്കണം. കമ്പനിയുടെ ഡിഗ്നിറ്റി തകർക്കാൻ അകത്തും പുറത്തും പലരും ശ്രമിച്ചതാണല്ലോ. എന്നിട്ടും സുഹാസിനി തോറ്റുപോകാത്തതുകൊണ്ട് പുതിയ കുരുക്കുമായിട്ട് ഇറങ്ങിയിരിക്കുക. ആന്റി അറസ്റ്റ് ചെയ്ത നമ്മുടെ അന്തസ്സാ തകരുന്നത്. അങ്ങനെ തകരുന്നതല്ല സുഹാസിനിയുടെ അന്തസ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഭാര്യയ്ക്ക് കരുത്തായി നിൽക്കേണ്ടവനാ ഭർത്താവ്. ഒരു കമ്പനിയുടെ ലേബലില്ലെങ്കിലും എന്റെ ബന്ധങ്ങൾ വെച്ച് ഈ കേസിൽ നിന്നും സുഹാസിനെ രക്ഷിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. SP-യോ MLA-യോ അല്ലെങ്കിൽ മിനിസ്റ്ററെ ആരെങ്കിലും വിളിച്ച് ഈ അറസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ആവശ്യ സമയത്ത് ഒരൊറ്റത്തിനെ വിളിച്ചാൽ കിട്ടില്ലല്ലോ. അതേട്ടാ, ആന്റി ഇങ്ങനെ വാശി പിടിച്ചിരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര പണം മുടക്കിയാലും ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ അറസ്റ്റ് ഒഴിവാക്കണം. അല്ലെങ്കിൽ സുഹാസിനി മേഡം ഇവിടുന്ന് മാറി നിൽക്കാന്ന് തീരുമാനിക്കണം. നമ്മളെല്ലാം കാല് പിടിച്ച് പറഞ്ഞല്ലേ, ഇനി ആര് പറഞ്ഞാലും അമ്മ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞ കേക്കും. ഞാൻ സംസാരിക്കാം. നിങ്ങളെല്ലാവരും പറഞ്ഞു നോക്കിയതല്ലേ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. എടി, ആന്റി ഇപ്പൊ തന്നെ പുകഞ്ഞു നിൽക്കുക. ആ കൂട്ടത്തിൽ നീ കൂടി സംസാരിക്കാൻ ചെന്ന ദേഷ്യപ്പെടും. നീ ഇപ്പൊ പോവണ്ട. എനിക്ക് ആന്റിയോട് സംസാരിക്കണം. എന്റെ സുഹാസിനി പറയുന്നതൊന്ന് അനുസരിക്കുക. രുക്കമ്മ ഇക്കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. നമ്മുടെ കമ്പനി നിലനിൽക്കുന്നത് തന്നെ ചേച്ചിയുടെ ഉറപ്പില്ല. ചേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്ത ഇവിടെ ഉള്ളവരുടെ ആത്മവിശ്വാസം തളരും. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് മാറി നിൽക്ക്. എനിക്കെതിരെ എന്ത് നടപടി വേണമെങ്കിലും എടുത്തോട്ടെ. പക്ഷേ പോലീസ് ഇതിന്റെ പേരിൽ ഈ വീട്ടിലെ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആന്റിയോട് മാത്രമായിട്ട് സംസാരിക്കണം. ഇവിടെ എല്ലാരും പുകഞ്ഞു കത്തി നിൽക്കുമ്പോ നീ എന്തു പറയാൻ വന്നതാ? എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനിയും ഞാനൊന്ന് സംസാരിക്കട്ടെ. രുക്കുമ്മേ, വന്നേ. ബിസിനസ്സിൽ ഇതിനു മുമ്പ് ആർക്കു മുമ്പിലും തോൽക്കാത്ത അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആന്റിയ എപ്പോഴും എന്റെ മനസ്സിലുള്ളത്. എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ആന്റിയ എന്റെ റോൾ മോഡൽ. ആന്റിയെ പോലീസ് അറസ്റ്റ് ചെയ്ത അതിവിടെ ആർക്കും സഹിക്കാനാവില്ല. പ്രത്യേകിച്ച് ആന്റിയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ചു തുടങ്ങിയ കാവ്യയ്ക്ക്. ആന്റി എന്നോട് ആവശ്യപ്പെട്ടില്ലേ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവായി പോവാൻ? അതിന് ഞാൻ തയ്യാറാ. പകരം ഞാൻ പറയുന്നത് ആന്റി അനുസരിക്കണം. ഇവിടെ മറ്റുള്ളവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ
2 ദിവസത്തേക്ക് ആന്റി എവിടെയെങ്കിലും മാറി നിൽക്കണം. ആന്റിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതെന്റെ അപേക്ഷയാണ്. പ്ലീസ് ആന്റി. മിനിസ്റ്റർ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗില് അത് കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്യാന്ന് PA പറഞ്ഞു. SP ഓഫീസിൽ വിളിച്ചിട്ടും ആരും ഫോൺ എടുക്കുന്നില്ല. ഇത് എല്ലാവരും ചേർന്നുള്ള പ്ലാനിങ്ങാ. എത്ര പറഞ്ഞിട്ടും ചേച്ചി ഇവിടുന്ന് മാറി നിൽക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞതാ, കേക്കണ്ടേ? ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് ഈ അങ്കിൾ ഇതെങ്ങോട്ടാ പോയത്? അച്ഛന്റെ കോണ്ടാക്ട് വെച്ച് ആരെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കാൻ പോയതായിരിക്കും. ആദ്യട്ടാ, എനിക്കെതിരെ എന്ത് ക്രിമിനൽ നടപടി ഉണ്ടായാലും ശരി, അമ്മയെ അറസ്റ്റ് ചെയ്യാൻ ഈ മുറ്റത്ത് പോലീസ് കയറിയാ ഞാൻ തടയും. അഭി, ഈ സമയത്ത് നീ ഒന്ന് കൺട്രോൾ ആവ്. എന്റെ ദേവി, സുഹാസിനിയുടെ മനസ്സ് മാറ്റിത്തരണേ. നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഷംനാഥ്, കാറിലേക്ക് വെച്ചോളൂ. ഞാൻ 2 ദിവസം മാറി താമസിക്കേണ്ട ഷെൽട്ടർ എവിടെയാ? ആന്റിയുടെ മനസ്സ് മാറ്റാൻ നീ എന്തൊടിവിദ്യ അഞ്ചു കാട്ടി? അത് വേണോ? വേണം. ആ ടെക്നിക്ക് ഞാൻ നിന്നെ സൗകര്യം പോലെ പഠിപ്പിച്ചു തരാം. അമ്മേ, വേഗം ഇറങ്ങാം. വാഗമണിലെ റിസോർട്ടിലേക്കാ പോകേണ്ടത്. ഞാനും അമ്മയോടൊപ്പം വരാം. വേണ്ട, എന്റെ കൂടെ രാധിക മാത്രം വന്നാ മതി. ഞാൻ ഒരു ജോഡി ഡ്രസ് എടുക്കേണ്ട താമസം. രണ്ട് ദിവസത്തേക്ക് എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. കമ്മീഷണർക്ക് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം നിന്നെ തിരിച്ചു വിളിക്കും. ഞാൻ തിരിച്ചു വരുന്നതിന് മുൻപ് ഫാക്ടറിയിൽ ക്രമക്കേട് നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കണം. അത് ഞാൻ നോക്കിയോളാം അമ്മേ. പോയിട്ട് വാ മോളെ, അമ്മ പ്രാർത്ഥിക്കാം.